മൂന്നാം NDA സർക്കാരിലെ കേന്ദ്രമന്ത്രിമാർ ചുമതലയേറ്റു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ധനമന്ത്രി നിർമ്മല സീതാരാമൻ, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അടക്കമുള്ള ക്യാബിനറ്റ് മന്ത്രിമാർ, കേരളത്തിൽ നിന്നുള്ള സഹമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരും ചുമതലയേറ്റെടുത്തു. ഇന്ധനവില വർധന പരിഹരിക്കാൻ പെട്രോളിയം പരിവേഷണ സാധ്യത തേടുമെന്ന് പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചു. വകുപ്പുകൾ നിശ്ചയിച്ച് വിജ്ഞാപനമിറങ്ങിയതോടെ മന്ത്രിമാർ രാവിലെ മുതൽ മന്ത്രാലയങ്ങളിലെത്തി. സൗത്ത് ബ്ലോക്കിലെത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കറാണ് ആദ്യം ചുമതലയേറ്റത്. പിന്നാലെ അമിത്ഷാ, നിർമ്മല സീതാരാമൻ, JP നദ്ദ തുടങ്ങിയ പ്രധാന ക്യാബിനറ്റ് മന്ത്രിമാരെല്ലാം ഓഫീസിലെത്തി. ദേശീയ പോലീസ് സ്മാരകം സന്ദർശിച്ച ശേഷമാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചുമതലയേറ്റത്. മന്ത്രിസ്ഥാനം സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ട് 10:30 സുരേഷ് ഗോപിയും അധികാരമേറ്റു. സംസ്ഥാനത്തിന്റെ ടൂറിസം സാധ്യതകൾ, ഇന്ധനവില വർധന തുടങ്ങിയ വിഷയങ്ങളിൽ സഹമന്ത്രിയുടെ ആദ്യ പ്രതികരണം. ഇന്നത്തെ സ്റ്റാറ്റസ് കോ എന്തോ അതിൽ നിന്ന് പുതിയ ഒരു സ്റ്റാറ്റസ് കോ ഒരു 5 വർഷത്തിനുള്ളിൽ സെറ്റ് ചെയ്യാൻ സാധിക്കണം. എവിടെയൊക്കെയാണ് അൺടാപ്ഡ് ഏരിയാസ്, പുതിയ ഒരു ടൂറിസം രുചി നൽകാൻ പറ്റുന്ന ഇതുവരെ തൊടാത്ത മേഖലകളേത്, അത് അന്വേഷിക്കും. സിനിമാ തിരക്കും മന്ത്രി ചുമതലയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ക്രമീകരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നിവരുമായി ചർച്ച ചെയ്യുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. പദവി ഏറ്റെടുക്കാനെത്തിയ സുരേഷ് ഗോപിക്കൊപ്പം BJP നേതാക്കൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ജോർജ് കുര്യനെ നേതാക്കൾ അനുഗമിച്ചു. 100 ദിന കർമ്മ പരിപാടിക്കനുസരിച്ചാകും ആദ്യ നാളുകളിലെ മന്ത്രിമാരുടെ പ്രവർത്തനം. അതേസമയം ലോക്സഭയിലേക്ക് വിജയിച്ചതോടെ KC വേണുഗോപാൽ, ജ്യോതിരാദിത്യ സിന്ധ്യ, പീയൂഷ് ഗോയൽ എന്നിവർ ഉൾപ്പെടെ 10 രാജ്യസഭാ MPമാരുടെ അംഗത്വം റദ്ദായതായി രാജ്യസഭാ സെക്രട്ടറി ജനറൽ അറിയിച്ചു. റിപ്പോർട്ടർ, ദില്ലി.